പഞ്ചായത്തിലെ വെള്ളാരംകുത്ത് ഉന്നതിയിൽ ചക്കയ്ക്കുള്ളിൽ സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിച്ച് കാട്ടുകൊമ്പനെ കൊലപ്പെടുത്തി എന്ന കേസിൽ പിടിയിലായ ശശീന്ദ്രനെ മൂവാറ്റുപുഴ സബ് ജയിലിൽ സന്ദർശിച്ച് ഡീൻ കുര്യാക്കോസ് എം പി. മൃഗങ്ങൾക്ക് നൽകുന്ന പരിഗണനയെങ്കിലും മനുഷ്യന് സർക്കാർ നൽകണമെന്നും ശശീന്ദ്രനെ അറസ്റ്റ് ചെയ്തത് പ്രതിഷേധാർഹമെന്നും ജയിലിൽ ശശീന്ദ്രനെ സന്ദർശിച്ച ശേഷം എം പി പ്രതികരിച്ചു. കുട്ടമ്പുഴ വെള്ളാരംകുത്തുന്നതിയിൽ ചക്കയ്ക്കുള്ളിൽ സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിച്ച് കാട്ടുകൊമ്പനെ കൊലപ്പെടുത്തിയെന്ന കേസിൽ അറസ്റ്റിലായി റിമാൻഡിൽ കഴിയുന്ന ആനക്കുളം ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലുള്ള ഉന്നതിയിലെ പൊട്ടാനിക്കൽ വീട്ടിൽ ശശീന്ദ്രനെയാണ് മൂവാറ്റുപുഴ സബ് ജയിലിൽ ഡീൻ കുര്യാക്കോസ് എം പി സന്ദർശിച്ചത്. ദിവസങ്ങളായി ജയിലിൽ കഴിയുന്ന ശശീന്ദ്രന്റെ ജാമ്യാപേക്ഷ ഇപ്പോൾ ഹൈക്കോടതിയാണ് പരിഗണിക്കുന്നത്. 9 ഏക്കറോളം സ്ഥലമുള്ള ശശീന്ദ്രന്റെ പറമ്പിൽ ആഴ്ചകൾക്ക് മുൻപാണ് കാട്ടാന ചെരിഞ്ഞത്. ഇത് ശശീന്ദ്രൻ മനഃപൂർവ്വം ചെയ്തതാണ് എന്ന കുറ്റം ചുമത്തിയാണ് വനം വകുപ്പ് ശശീന്ദ്രനെതിരെ കേസെടുത്ത് ജയിലിലടച്ചത്. ശശീന്ദ്രനെ ജയിലിലടച്ചത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്നും നാട്ടിലിറങ്ങുന്ന കാട്ടുമൃഗങ്ങളെ തടയേണ്ട വനം വകുപ്പ് യാതൊരുവിധ പ്രതിരോധ പ്രവർത്തനങ്ങളും നടത്തുന്നില്ലെന്നും ഡീൻ കുര്യാക്കോസ് എം പി പ്രതികരിച്ചു. സത്യത്തിൽ ഈ കാട്ടാന ചെരിയുന്നത് ഇദ്ദേഹത്തിൻ്റെ പറമ്പിലായി പോയി എന്നുള്ള ഒരു കുഴപ്പം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ കാട്ടാന നാട്ടിലേക്ക് ഇറങ്ങി വരുന്നത് സർവ്വസാധാരണയാണ്. അതിനെ പ്രതിരോധിക്കേണ്ടത് സർക്കാരാണ്, വനവകുപ്പാണ്. എന്നാൽ വനവകുപ്പ് അതുമായി ബന്ധപ്പെട്ട് യാതൊന്നും ചെയ്യാതെ, ജനങ്ങളുടെ സുരക്ഷ സംബന്ധിച്ച് യാതൊരു പ്രവൃത്തിയും ചെയ്യാതെ യഥേഷ്ടം കാട്ടാനകളും അതുപോലെ വന്യമൃഗങ്ങളും നാട്ടിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയും ഏതെങ്കിലും തരത്തിൽ ഒരു മൃഗം ഇത് ചത്തുപോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദി മനുഷ്യരാണ് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരുന്നത് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. സത്യത്തിൽ ഈ പറയപ്പെടുന്ന ശശിചേട്ടൻ എന്ന് പറയുന്ന വ്യക്തി വളരെ നിരപരാധിയും, അദ്ദേഹത്തിൻ്റെ പറമ്പ് എന്ന് പറയുന്നത് 9 ഏക്കർ ഉള്ള വിശാലമായ ഒരു തോട്ടമാണ്. അപ്പോൾ സ്വാഭാവികമായും വനപ്രദേശത്തോട് അടുത്തു ചേർന്ന് നിൽക്കുന്ന കൃഷിയിടങ്ങൾ എന്ന് പറയുന്നത് കൂടുതൽ സ്ഥലങ്ങളുണ്ടാവും. അതിനൊന്നും പട്ടയമോ മറ്റ് തരത്തിലുള്ള കൈവശമല്ലാതെ മറ്റൊന്നും ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കില്ല. പക്ഷേ അതിൻ്റെ ഏതെങ്കിലും ഒരു അരികിൽ ഇങ്ങനെ ഒരു മൃഗം വന്ന് മരണപ്പെട്ടാൽ, ചത്തുപോയാൽ അതിൻ്റെ ഉത്തരവാദി ആ കൃഷിയിടത്തിൻ്റെ ഉടമസ്ഥനാണ് എന്ന തരത്തിൽ ഇവർ കേസുകൾ ചുമത്തുന്നത് അതിനെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. മാത്രമല്ല, അദ്ദേഹത്തെ വലിയ തോതിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാർ ഉപദ്രവിച്ചിരിക്കുന്നു എന്നുള്ളത് അങ്ങേയറ്റം പ്രതിഷേധകരമാണ്. കാട്ടുമൃഗങ്ങൾക്കിറങ്ങാനുള്ള സൗകര്യമൊരുക്കുന്ന രീതിയിലാണ് വനം വകുപ്പിന്റെ പ്രവർത്തനമെന്നും മൃഗങ്ങൾ ഏതെങ്കിലും ചത്തുകഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം മനുഷ്യനാണെന്ന് വരുത്തി തീർക്കുന്ന തരത്തിലാണ് വനം വകുപ്പ് പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ശശീന്ദ്രനെ അറസ്റ്റ് ചെയ്തതിനു ശേഷം കോടനാടെത്തിച്ച് വലിയ രീതിയിൽ ശാരീരിക ഉപദ്രവം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ നടത്തിയെന്നും ഡീൻ കുര്യാക്കോസ് ആരോപിച്ചു. സർക്കാർ ഇടപെട്ട് ശശീന്ദ്രനെ മോചിപ്പിക്കുന്നതിനുള്ള കൃത്യമായ നടപടികൾ കൈക്കൊള്ളണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഹൈസ കറി പൗഡർ ഉണ്ടെങ്കിൽ ഏത് പെണ്ണിനും നല്ല കൈപുണ്യമുള്ള വീട്ടമ്മയാകാം.